സാറേ ബില്ല്. ഇതെന്താട്ടോ അത്? ഇത് ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ. രാജേഷ് അത് പാർസൽ ചെയ്തവർക്ക്. ഏത്? ഇതോ സാറേ? ഇത് GST ആണിത്. ഇത് GST ആണ് സാറേ. എന്ത് GST? നിങ്ങളോട്ട് GST? AC ഉള്ള എല്ലാ റെസ്റ്റോറന്റിലും 18% GST. AC ഉള്ള ഹോട്ടലല്ലേ അല്ലേ? നമുക്ക് AC ഉണ്ടല്ലോ. എന്ത് ചൂട് ഫാൻ ഇടാൻ പറഞ്ഞു? ഫാനും കൂടി ഇല്ലല്ലോ. അത് പിന്നെ കറണ്ട് ഇല്ലല്ലോ. പിന്നെ AC ആണ് കംപ്ലൈന്റ്. അത് ഒന്നാക്കാനായിട്ട് ആള് വരും. അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫാൻ ഇട്ടില്ല. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചെയ്യും. ഭക്ഷണം കഴിച്ച് 300 രൂപ ഞാൻ തരും. ഈ GST കുറിച്ചൊക്കെ 197 അത് ഞാൻ തരില്ല. എൻ്റെ അടുത്ത് ഗിഫ്റ്റ് ചെയ്യില്ല. അതത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അയ്യോ സാറേ, അങ്ങനെ പറഞ്ഞാൽ നടക്കൂല. എന്താ നടക്കൂല? ഇതെനിക്ക് പെട്ടിയിൽ മേടിച്ചിട്ടുള്ള പൈസ അല്ല, ഇത് സർക്കാരിന് കൊടുക്കണം നമ്മള്. എന്റെ സുഹൃത്തെ, സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തറിഞ്ഞില്ലാണ്ട് ഇതൊന്നും ചെയ്യാണ്ട് നാട്ടുകാരെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പിടിക്കാൻ നിൽക്കരുത്. മോനെ AC കംപ്ലൈന്റ് ആയതുകൊണ്ടല്ലേ. AC നന്നാക്കാൻ പാട് വരും. അത് നന്നായി കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ വേണം നിങ്ങൾ ഇതിന്റെ അടിയിൽ ഇരുന്നു. 300 രൂപ ഞാൻ തരൂ. മോനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ ബില്ലടിച്ച് അപ്പൊ തന്നെ അവിടെ അറിയും, ഓൺലൈനിൽ അവിടെ അറിയും. നമ്മൾ ഇതിന്റെ GST കൊണ്ട് അടക്കേണ്ടി വരും അവിടെ. നിങ്ങൾ GST എന്ന് പറഞ്ഞ ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ പിടിക്കാൻ നിൽക്കരുത്. നിങ്ങളെ പോലെ മാന്യന്മാർ ഇങ്ങനെ പറയാൻ നിൽക്കരുത്. വയറിറച്ച് ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കില്ല പറഞ്ഞാൽ മോശം കേട്ടോ. ആ ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാൻ എനിക്കറിയാം. അത് ഞാൻ ഓർത്തു. നിങ്ങളൊന്നും തന്നെ പൊയ്ക്കോ, തന്നെ പൊയ്ക്കോ. അതങ്ങ് കൊടുത്തേക്ക്. കൊടുക്കുന്നു. നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന മോശം. അപ്പൊ മാനാണ് സാധാ കൊടുത്തിട്ട് പോകുന്നത്. ഇപ്പൊ ഞാൻ മാനല്ലേ ഭക്ഷണം കഴിച്ച് പൈസ ഞാൻ വെച്ച ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കാൻ ഞാൻ ചോദിച്ചില്ല. ഞാൻ വന്നല്ലേ ആളുകൾ കേൾക്കുന്നു. നിങ്ങൾ തെളിവിന് തരണ്ട, നിങ്ങൾ പൊയ്ക്കോ. വേണ്ടാന്ന്. നിങ്ങളെ ഭക്ഷണം കഴിച്ച പൈസ ഞങ്ങൾ തരും. ബില്ലിങ് തരാന്ന്. ബില്ല് തരാന്ന്. എത്ര ബില്ല്? ബില്ല് 490. ഞാൻ എത്ര തന്നു? 500. ബാക്കി 100 രൂപ. ബാക്കി 100 രൂപ അല്ലേ സാറേ? ചില്ലറല്ലോ. എനിക്ക് എന്റെ 3 രൂപ വേണം. നിങ്ങൾ എന്റെ കയ്യിൽ 190 രൂപ എടുത്ത് വാങ്ങിയില്ലേ? ഒച്ചെടുക്കുന്ന പറഞ്ഞാൽ എനിക്ക് 3 രൂപ വേണം. എന്താ അത് നീ തിന്നോ? എനിക്ക് 3 രൂപ മതി. എനിക്ക് 3 രൂപ മതിയെന്ന്. എന്തായത്? എനിക്ക് 3 രൂപ മതിയെന്ന്. 10 രൂപ എടുത്തിട്ട് 7 രൂപ ഉണ്ടെങ്കിൽ തരിക, അല്ലെങ്കിൽ 10 നീ വെച്ചോ. ഈ മുട്ടായി എടുത്ത് ആദ്യം എടോ ഞാൻ മാനന്നെ കേട്ടോ. ബാക്കി 3 രൂപ നീ ടിപ്പ് വെച്ചോ. ഇത് പ്രശ്നം കേട്ടോ. ഒരു ബില്ലും കൊണ്ടാ പോയി. ഒരു കേസ് കൊടുത്താലോ? എവിടെ പോയിട്ട്? എന്തിനി? അല്ല GST പിടിച്ചെന്ന് പറഞ്ഞ്. എന്റെ രാജേഷേ, ഈ GST എന്താണെന്ന് ഉണ്ടാക്കിയോണ്ട് നമുക്കറിഞ്ഞൂടാ, പോയാമാർക്കറിഞ്ഞൂടാ. പിന്നെ എവിടെ പോയി കേസ് കൊടുക്കാനാ? അപ്പൊ പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? GST എന്താ ജനങ്ങൾ അറിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. എന്റെ രാജേഷേ, ഇങ്ങനത്തെ നിയമമൊക്കെ വരുമ്പോഴേ നമുക്ക് രാഷ്ട്രത്തുള്ളൂ. ഇപ്പൊ ഈ തിരിച്ചു കിട്ടുന്ന പൈസ ഒക്കെ നമ്മൾ എടുക്കും. ആ കാണിച്ചായ കുറിച്ചാത്തൊക്കെ GST കൊടുക്കട്ടോ. 15 കൊടുക്കുന്നുണ്ടേ. ആ വണ്ണന്മാരെന്തായാലും രൂപ കൊണ്ടല്ല.